ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല. ഒരു മാസം കഴിഞ്ഞാൽ ഈ സ്കൂളൊക്കെ തുറക്കും. അതിന് നമ്മൾ ബാക്ക് ടു സ്കൂൾ സപ്ലൈങ് പർച്ചേസാണ്. നമ്മൾ നേരെ വീട്ടിലോട്ടൊക്കെ പോകാം. കാര്യം പിടിയിട്ടില്ലേ? അതെ, ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ തുറക്കാൻ പോവാണ്. എന്തു പറയാനോ, ദിവസങ്ങളൊക്കെ കടന്നു പോവല്ലേ. ദിവസങ്ങളൊക്കെ കൂടുന്തോറും എല്ലാ സ്റ്റുഡൻസിനും പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാൻ കേട്ടോ പറഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ തിരൂരെത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ആരൊക്കെ തിരൂർക്ക് പോയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ പോരാളിയും പിന്നെ അല്ലും ജിയമോളും സെക്യൂരിറ്റി മോളുമാണ്. എല്ലാ ദിവസവും പുറത്തു പോകുമ്പോൾ അല്ലിന് ഓരോ കൂട്ട് കണ്ണാട് വേണ്ടി വരും കേട്ടോ. അതാണിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ണാടിട്ട് കണ്ടത്. ഇത് കണ്ടോ, ക്യൂട്ട്നെസ് ഇട്ടായിരുന്നു. പിന്നെ സെക്യൂരിറ്റിക്ക് ജ്വല്ലറി പോകാനുണ്ടായിരുന്നു, മാലൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വണ്ടിക്കാരന് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ കുറച്ച് നേരം പുറത്തു നിന്നു. അപ്പോഴാണ് വണ്ടിക്കാരൻ വന്നത്. എന്തുണ്ടായാലും നമ്മൾ സ്കൂൾ പർച്ചേസിങ് മൊത്തം തിരൂരെത്തിയ ട്വിങ്കിൾ ഷോപ്പിലായിരിക്കും കേട്ടോ. എനിക്കിതുവരെ വാട്ടർ ബോട്ടിലും ബാഗ്സൊക്കെ അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്, ലഞ്ച് ബോക്സ് ആയാലും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അല്ലു LKGക്കാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ സ്കൂളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലുനും ട്വിങ്കിളിൽ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാധാ ചെരുപ്പല്ല കേട്ടോ. അല്ലുന് നമുക്കിവിടെ ഷൂ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് അല്ലുന് ഷൂ മേടിച്ചു. പിന്നെ എനിക്ക് ഷൂ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ മഴക്കാലത്ത് ഇടാൻ വേണ്ടി കറുപ്പ് ചെരുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ കറുപ്പിലിടാൻ പറ്റുള്ളൂ. അത് അല്ലുന് മേടിച്ചിട്ടുണ്ട്, എനിക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ കഴിച്ചത്. ഹെൽത്തി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മധുരം വേണമല്ലോ. അതുകൊണ്ട് ജിയമോളും അല്ലും കോൺ ഐസ്ക്രീമാണ് മേടിച്ചത്. പിന്നെ ഇതും ഈ സാധനം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ആക്രാന്തത്തിൽ വായ പൊള്ളിയിട്ടുണ്ടായിരുന്നു. കാരണം ബ്രൗണി ചൂടാടോ. ഞാൻ വാങ്ങിച്ചത് പറയണല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വാങ്ങിച്ച പോലത്തെ സാധനം കുഞ്ഞു മക്കൾ വാങ്ങിക്കുകയാണെങ്കിൽ അവർ സൂക്ഷ്മതയോടെ കഴിക്കണം. നമ്മൾ ഫാമിലി പോയിട്ടുണ്ടായിരുന്നു. അത് സെക്യൂരിറ്റിക്ക് ഡ്രസ്സ് വെക്കാനാണ്. വരുന്ന വഴിക്ക് നല്ല ചായ കുടിക്കുന്നത് നല്ലതാ. അതെൻ്റെ പഴഞ്ചനാണേ. അത് കേട്ടിട്ട് ആരും വിശ്വസിക്കാൻ നിൽക്കണ്ട. അതും കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ചെറിയ ലോങ് വീഡിയോ ആയി. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പറഞ്ഞൊരു ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്തോ. അതിന് വിരോധമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഓക്കെ, ബൈ.